Ocean Night. ആശ്വാസം നേടാം, ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വചനം തിരുവചനത്തിലൂടെ നമ്മൾ ഇന്ന് രോഗികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും രോഗസൗഖ്യത്തെക്കുറിച്ചാണ് ചിന്തിക്കുവാൻ പോകുന്നത്. അതുകൊണ്ട് ഈ നിമിഷത്തിൽ നിങ്ങൾ എവിടെയായിരുന്നാലും, ഒരുപക്ഷെ നിങ്ങൾ രോഗികളായി കിടക്കുകയായിരിക്കാം, ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലായിരിക്കാം, വാർഡുകളിലായിരിക്കാം, വീടുകളിലായിരിക്കാം, വിദേശത്തായിരിക്കാം, ലോകത്തിൻ്റെ എവിടെയായിരുന്നാലും ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വൈദ്യന്മാരുടെ തിരുവൈദ്യനായ ഈശോയെ ഈ നിമിഷത്തിൽ ഈ വചനം തിരുവചനം സംപ്രേഷണം ചെയ്യുമ്പോൾ അകലങ്ങളിലായിരിക്കുന്ന ശാലോം TV പ്രേക്ഷകരെയും ഇന്ന് രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരെയും അനുഗ്രഹിക്കണമേ. വൈദ്യന്മാരുടെ വൈദ്യനായ ഈശോയെ ഹോമിയോപ്പതി, അലോപ്പതി, ആയുർവേദ, വൈദ്യശാസ്ത്ര മേഖലകളിൽ ജോലി ചെയ്യുന്ന എല്ലാ ഡോക്ടേഴ്സിനെയും ഇന്ന് ഓപ്പറേഷന് വിധേയരാകുന്നവരെയും ചികിത്സയ്ക്ക് വിധേയരാകുന്നവരെയും അവിടുന്ന് ആശീർവദിക്കണമേ. ഈ വചനം തിരുവചനത്തിലൂടെ അവിടുന്ന് ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സർവേശ്വര എന്നേക്കും ആമേൻ. സൗഖ്യദായകനായ ഈശോയിൽ എത്രയും വാത്സല്യമുള്ള ശാലോം TV പ്രേക്ഷകരെ, ഇന്ന് ഓപ്പറേഷന് വിധേയരാകുന്ന എല്ലാവർക്കും പ്രാർത്ഥനാശംസകൾ നേരുന്നു. വളരെ വിശേഷിച്ച് ജന്മദിനം ഓർക്കുന്നവരെയും വിവാഹ വാർഷികം, പൗരോഹിത്യത്തിൻ്റെ സന്യാസത്തിൻ്റെയും വാർഷികവും ജൂബിലിയും അനുസ്മരിക്കുന്നവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു, പ്രാർത്ഥനകൾ നേരുന്നു. ഇന്നത്തെ വചനം തിരുവചനത്തിൻ്റെ ഉൾക്കാമ്പ്, എല്ലാ സൗഖ്യത്തിലും 4 കാര്യങ്ങൾ കാണുവാൻ സാധിക്കും. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും രോഗസൗഖ്യം പ്രാപിച്ചവരുടെ ജീവിതത്തിൽ 4 കാര്യങ്ങളാണുള്ളത്. 1, അവർ വിധേയപ്പെട്ടു. 2, അവർ വിശ്വസിച്ചു. 3, അവർ വിശുദ്ധീകരിച്ചു. 4, അവർ വിളിച്ചപേക്ഷിച്ചു. ഇത് 4 പറയുന്നതിന് മുൻപ് വിശുദ്ധ ഗ്രന്ഥത്തിലെ രോഗസൗഖ്യം നൽകിയ മേഖലകൾ പശ്ചാത്തലമാക്കിക്കൊണ്ട് പുതിയ നിയമത്തിലെ സൗഖ്യദായകനായ ഈശോയെക്കുറിച്ച് ചിന്ത തുടർന്നോട്ടെ. കർത്താവായി ഈശോ എല്ലാവർക്കും എല്ലാമായി നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയി. സമാന്തര സുവിശേഷവും യോഹന്നാന്റെ സുവിശേഷവും അനേകം രോഗസൗഖ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്, സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനവും സഭയുടെ പ്രബോധനങ്ങളും വിശുദ്ധരുടെ ജീവിതവും അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. യേശു 4 രീതിയിലാണ് സൗഖ്യം നൽകിയത്. 1, വചനത്താൽ സുഖപ്പെടുത്തി. 2, ഈശോ തൊട്ടു സുഖപ്പെടുത്തി. 3, ഈശോയെ തൊട്ടവർ സുഖം പ്രാപിച്ചു. 4, ഈശോ കടന്നുപോയപ്പോൾ ഈശോയുടെ നിഴൽ വീണ് സുഖം പ്രാപിച്ചു. ഇനിയും യേശുവിൻ്റെ അത്ഭുതങ്ങളെ 4ആയി നമുക്ക് തരം തിരിക്കാം. 1, ഈശോ മരിച്ചവരെ ഉയർപ്പിച്ചു. 2, പിശാചുക്കളെ ഈശോ ശാസിച്ചു, പിശാചുക്കളെ അവിടുന്ന് വിടുതൽ നൽകി. 3, ഈശോ പ്രകൃതിക്കതീതമായ രോഗങ്ങൾ സുഖപ്പെടുത്തി. 4, ശാരീരിക മാനസിക രോഗങ്ങൾ സുഖപ്പെടുത്തി. അപ്പോൾ യേശു 4 രീതിയിലാണ് സുഖപ്പെടുത്തിയത്. 4 തലങ്ങളിലാണ് സൗഖ്യം ലഭിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലം മനസ്സിൽ സൂക്ഷിക്കാം. മറ്റൊന്ന് യേശുവിൻ്റെ വാഗ്ദാനമാണ്. യേശു ശിഷ്യന്മാരെ അഭിഷേകം ചെയ്തു. അവർക്ക് അധികാരം കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ആരുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നുവോ അവ സുഖം പ്രാപിക്കും. നിങ്ങൾ എന്നേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യും. ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നു, ശിഷ്യന്മാരുടെ വചനപ്രഘോഷണങ്ങളെ അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ സ്ഥിരീകരിച്ചു. മാർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പ്രത്യേകം ശ്രദ്ധേയമാണ്. അവർ മാനസാന്തരപ്പെടുവാൻ പറഞ്ഞു, അവർ പിശാചുക്കളെ ഉച്ചാടനം ചെയ്തു, തൈലം പൂശി പ്രാർത്ഥിച്ചു, രോഗസൗഖ്യമുണ്ടായി എന്ന്. അപ്പോസ്തല പ്രവർത്തനത്തിൽ ശിഷ്യന്മാരുടെ വസ്ത്രാഞ്ചലത്തിന്റെ വെളുമ്പിൽ തൊട്ടവർ സുഖം പ്രാപിച്ചു. അവർ കടന്നുപോയപ്പോൾ രോഗികളെ വഴിയിൽ കിടത്തി നിഴൽ വീണ് സുഖം പ്രാപിച്ചു. ഈ ഒരു പശ്ചാത്തലം മനസ്സിൽ സൂക്ഷിച്ച് നമുക്ക് ഇന്ന് രോഗസൗഖ്യം ലഭിച്ച വ്യക്തികളുടെ ജീവിതത്തിലെ
4 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിചിന്തനം തുടരാം. 1, വിധേയപ്പെടണം. വിധേയപ്പെട്ടവർക്കാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇന്ന് വരെയുള്ള എല്ലാ അത്ഭുതങ്ങളിലും അടയാളങ്ങളിലും നമുക്ക് സൗഖ്യം കാണാൻ സാധിക്കുന്നത്. നമുക്ക് പഴയ നിയമത്തിലേക്ക് ഒന്ന് പോവാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം. സിറിയ രാജാവിൻ്റെ സൈന്യാധിപനായിരുന്നു നാമാൻ. വീരപരാക്രമിയാണ്, സർവ്വ സൈന്യാധിപനാണ്, എല്ലാമുണ്ട്. പക്ഷേ അദ്ദേഹം കുഷ്ഠരോഗിയാണ്. ആ കാര്യം ഓർക്കുമ്പോൾ ആൾ തളർന്നു പോകും. അങ്ങനെ ഇരിക്കുമ്പോൾ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട തൻ്റെ ഭാര്യയുടെ പരിചാരികയായ ഒരു സ്ത്രീയുണ്ട്. അവൾ പറഞ്ഞു, അല്ലയോ യജമാനെ, ഞങ്ങളുടെ നാട്ടിൽ സമറിയായിൽ അങ്ങ് ചെന്നാൽ അവിടെ ഒരു പ്രവാചകനുണ്ട്, എലീഷ പ്രവാചകൻ, അങ്ങയുടെ ഈ കുഷ്ഠരോഗം മാറ്റിത്തരും. ഇത് കേട്ട സൈന്യാധിപൻ സിറിയ രാജാവിൻ്റെ കയ്യൊപ്പോടുകൂടി ഒരു കത്തും വാങ്ങിച്ച് പാരിതോഷികവുമായി സമറിയായിലെത്തി രാജാവിനെ കണ്ടു. രാജാവ് വസ്ത്രം കീറി. രാജാവ് പറഞ്ഞു, ഇയാൾ എന്തിനാ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നത്? ഞാൻ ഭിഷഗ്വരനാണോ, ഡോക്ടറാണോ? ഇത് തല്ലുകൂടാൻ വേണ്ടി, വഴക്കിടാൻ വേണ്ടി മനഃപൂർവ്വം വന്നതാ. വസ്ത്രം കീറി. അപ്പോൾ എലീഷ അറിഞ്ഞു. എലീഷ പറഞ്ഞു, അവനെ എൻ്റെ അടുക്കലേക്ക് വിട. സർവ്വസൈന്യാധിപൻ കരുതി, അഹങ്കാരം കൊണ്ട് അല്പം കരുതി, ഞാൻ വരുമ്പോൾ പ്രവാചകൻ വന്ന് തലയെ കൈവച്ച് പ്രാർത്ഥിക്കുമെന്ന്. പക്ഷേ പ്രവാചകനൊന്നും പറഞ്ഞില്ല. പ്രവാചകൻ ഒരു പരിചാരകനെ വിട്ടിട്ട് പറഞ്ഞു, അവനോട് ജോർദാനിൽ ചെന്ന് 7 വട്ടം മുങ്ങിക്കുളിക്കാൻ പറഞ്ഞു. പെട്ടെന്ന് ചൂടായി. സർവ്വസൈന്യാധിപൻ ചാടി കുതിരപ്പുറത്ത് കയറി. ഏതാണ്ട് കുളിക്കാതെ കിടന്നതുപോലെയാണ് ഇയാൾ പറയുന്നത്. നമ്മുടെ നാട്ടിൽ എത്ര നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമുണ്ട്. ഓരോ നദിയുടെയും പേര് അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. കുളിക്കാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഭൃത്യന്മാർ വന്നിട്ട് പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, അങ്ങയുടെ വലിയ കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ അങ്ങ് ചെയ്യുമായിരുന്നല്ലോ. എത്ര നിസ്സാരമായ കാര്യമാണ് പറഞ്ഞത്. വിധേയപ്പെട്, എളിമപ്പെട്, വിശ്വസിക്ക്. അങ്ങനെ താഴെ ഇറങ്ങി ജോർദാനിൽ പോയി 7 വട്ടം കുളിച്ചപ്പോൾ നാമാന്റെ ശരീരം ഒരു കുഞ്ഞിൻ്റെ ശരീരം പോലെ നല്ല മനോഹരമായി തീർന്നു. അദ്ദേഹത്തിൻ്റെ കുഷ്ഠരോഗം മാറിയെന്ന് ബൈബിൾ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ വിധേയപ്പെടണം. അടുത്തത് 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം. ഹെസക്കിയ രാജാവാണ്. ഹെസക്കിയ രാജാവിൻ്റെ അടുക്കൽ യേശയ്യാ പ്രവാചകനാണ് കടന്നു വരുന്നത്. കാരണം ഹെസക്കിയ രാജാവ് വലിയൊരു യോദ്ധാവായിരുന്നു, ഒത്തിരി അഹങ്കരിച്ച വ്യക്തിയാണ്. ഇപ്പോൾ കാലിലൊരു മുറിവായിട്ട് അദ്ദേഹം കിടക്കുമ്പോൾ പറഞ്ഞു, വീട്ടുകാര്യങ്ങൾ ക്രമപ്പെടുത്തുക, അല്ലെങ്കിൽ നീ മരിക്കും, സുഖം പ്രാപിക്കുകയില്ല. ഇത് കേട്ടപ്പോൾ ആ മനുഷ്യൻ എളിമപ്പെടുന്നതാണ്. അദ്ദേഹം മുഖം മതിലിന് നേരെ വെച്ച് കരയുകയാണ്. പഴയ നിയമത്തിൽ മുഖം മതിലിന് നേരെ വെച്ച് കരയുക എന്ന് വെച്ചാൽ വലിയ വിധേയത്വത്തിൻ്റെ, വലിയ മാനസാന്തരത്തിൻ്റെ ഒക്കെ പ്രതീകമാണ്. അദ്ദേഹം കരഞ്ഞപ്പോൾ അങ്കണം വിട്ടു പോകുന്നതിന് മുൻപ് യേശയ്യാ വന്നിട്ട് പറഞ്ഞു, നിന്റെ കണ്ണീരിൻ്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ എളിമയുടെ പ്രാർത്ഥന കേട്ടു. 3 ദിവസത്തിനുള്ളിൽ ആലയത്തിൽ പ്രവേശിക്കും. 15 വർഷം കൂടി ആയുസ് നീട്ടി തന്നിരിക്കുന്നു. നിന്റെ മുറിവില് അത്തിപ്പഴം ചാലിച്ച് അടയുണ്ടാക്കി വയ്ക്കുക. എന്നെ ശ്രവിക്കുന്ന ശാലോം TV പ്രേക്ഷകരെ, വിധേയപ്പെട്ട, എളിമപ്പെട്ട ഹെസക്കിയ രാജാവിന് ദൈവം ആയുസ് നീട്ടിക്കൊടുത്തു, മുറിവുണക്കി കൊടുത്തു. ഇനിയും ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ ഇതാ ദാവീദ് രാജാവ്. ദാവീദ് ഒരുപാട് അഹങ്കരിച്ചു പോയി, ഗോലിയാത്തിനെ അടിച്ചു വീഴ്ത്തി. ഒടുവിൽ വലിയ രാജാവാണ്, എന്ത് കൊള്ളർദായ്മയും ചെയ്യാമെന്നായി. ദാവീദ് രഹസ്യപാപം ചെയ്തു. എന്നിട്ട് മിസ്റ്റർ ക്ലീൻ ആയിട്ട് നടക്കുമ്പോൾ നാത്താൻ പ്രവാചകൻ വന്നൊരു സങ്കടം ബോധിപ്പിച്ചു. അല്ലയോ മഹാരാജാവേ, എനിക്കൊരു സങ്കടം ബോധിപ്പിക്കാനുണ്ട്. ചോദിച്ചു, എന്താണ് സങ്കടം? അങ്ങയുടെ രാജ്യത്ത് ഒരു കുചേലനുണ്ട്, ഒരു കുബേരനുമുണ്ട്, ധനവാനും ദരിദ്രനുമുണ്ട്. ധനവാൻ ഒരുപാട് ആടുമാടുകളുണ്ട്, പാവപ്പെട്ടവനൊരു പെണ്ണാട്. സ്വന്തം മകളെ പോലെ വളർത്തുന്നു, സ്വന്തം പാത്രത്തിൽ നിന്ന് കോരിക്കൊടുക്കുന്നു, വാരിക്കൊടുക്കുന്നു. ഇന്നലെ അത് സംഭവിച്ചു. ചോദിച്ചു, എന്ത് സംഭവിച്ചു? ധനവാന്റെ വീട്ടിൽ അതിഥി വന്നപ്പോൾ അവൻ്റെ ആടുകളിൽ നിന്ന് ഒരെണ്ണത്തേക്കൊന്ന് സൽക്കരിക്കുന്നതിന് പകരം ആ പാവപ്പെട്ടവൻ്റെ സ്വന്തം മകളെ പോലെ വളർത്തുന്ന പെണ്ണാടിനെ ബലമായി പിടിച്ചു കൊന്ന് സൽക്കരിച്ചു. ഇത് കേട്ടപ്പോൾ ചാടി എഴുന്നേറ്റു, കുപിതനായി. അനീതി, അക്രമം, ഇതിന് പരിഹാരം ചെയ്യണം. സ്വന്തം കണ്ണിലെ തടിയെടുത്ത് മാറ്റാതെ അവരുടെ കണ്ണിലെ തടിയെടുക്കാൻ നോക്കുന്ന ദാവീദിന് നേരെ കൈ ചൂണ്ടി പറഞ്ഞു, നീയാണ് ആ മനുഷ്യൻ. അപ്പോൾ ദാവീദ് വിധേയപ്പെട്ടു. ചാരം പൂശി ചാക്കുവസ്ത്രം അണിഞ്ഞ്, കർത്താവേ കരുണ തോന്നണമേ,
വിധേയത്വത്തോടുകൂടി കർത്താവ് അവനിൽ അലിവ് തോന്നി, കരുണ തോന്നി. നമുക്ക് പുതിയ നിയമത്തിലേക്കും കടന്നു വരുമ്പോൾ ശതാധിപൻ വരുന്നുണ്ട്. അതൊരു സർവ്വസൈന്യാധിപനാണ്. കർത്താവേ, എൻ്റെ ഭൃത്യന് സുഖമില്ല. മകന് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്, ഭൃത്യന് വേണ്ടിയാ. ഭൃത്യന് സുഖമില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ വരാം. വേണ്ട കർത്താവേ, എനിക്കും ഉണ്ട് പടയാളികളെ. പോകൂ എന്ന് പറയുമ്പോൾ പോകുന്നു, വരിക എന്ന് പറയുമ്പോൾ വരുന്നു, ചെയ്യൂ എന്ന് പറയുമ്പോൾ ചെയ്യുന്നു. പക്ഷേ അങ്ങ് വരാൻ വേണ്ട യോഗ്യതയില്ല. കർത്താവ് പറഞ്ഞു, ഇസ്രായേലിൽ പോലും ഇതുപോലത്തെ ഒരു വിശ്വാസം കണ്ടിട്ടില്ലെന്ന്. അവൻ്റെ വിധേയത്വം. ഇതുപോലെ പ്രഭുവിന് മകന് സുഖമില്ല. പ്രഭുവും പറഞ്ഞു, അങ്ങ് വരണ്ട, അതിനുള്ള യോഗ്യതയില്ല. എളിമപ്പെടുകയാ, വിധേയപ്പെടുകയാ. കാനാൻകാരിയെ നമുക്കറിയാം. അവൾ കരഞ്ഞു വരുമ്പോൾ കർത്താവ് പറഞ്ഞു, കുട്ടികളുടെ ഭക്ഷണം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോഴും നിശ്ചയദാർഢ്യത്തോടെ, ആദരവോടെ, ആരാധനയോടെ പറഞ്ഞു, വേണ്ട കർത്താവേ, കുട്ടികളുടെ ഭക്ഷണം വേണ്ട, യജമാനന്റെ മേശയിൽ നിന്നും വീഴുന്ന ഉച്ഛിഷ്ടം കൊണ്ട് നായ്ക്കൾ തൃപ്തിപ്പെടുന്നില്ലേ? അപ്പോൾ കർത്താവ് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയം. ഗ്രേറ്റ് ഈസ് യുവർ ഫെയ്ത്ത്. സുദൃഢമാണ് നിന്റെ വിശ്വാസം. അപ്പോൾ ഞാൻ പറഞ്ഞു വച്ചത്, എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഷാലോം TV പ്രേക്ഷകരെ, നമുക്ക് സൗഖ്യം വേണോ? നമുക്ക് സൗഖ്യം വേണമെങ്കിൽ നമ്മൾ വിധേയപ്പെടണം, എളിമപ്പെടണം. താണ നിലത്തെ നീരോടു, അവിടെ ദൈവം തുണയുള്ളൂ. ഇപ്പൊ ബൈബിളില് മാത്രമല്ല, ഇന്നോളം ആർക്കൊക്കെ സൗഖ്യം കിട്ടിയിട്ടുണ്ടോ അവരൊക്കെ എളിമപ്പെട്ടവരാ. അവരൊക്കെ തമ്പുരാന്റെ മുമ്പിൽ സറണ്ടർ ചെയ്താണ്. ധ്യാനകേന്ദ്രത്തിൽ ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. ധ്യാനകേന്ദ്രത്തിൽ ഒരുപാട് അനുഭവങ്ങൾ പറയാറുണ്ട്, ഓരോ ധ്യാനകേന്ദ്രത്തിനും. രണ്ടാമതായി വിശ്വസിക്കണം. എന്താണ് വിശ്വാസം? ഹെബ്രായർ ലേഖനം 11 സൗകര്യം പോലെ വായിക്കുക. അതിൽ 1-ാമത്തെ വചനം നമുക്ക് മനസ്സിലാക്കാം. ലഭിക്കുമെന്നുള്ള ഉറപ്പും അദൃശ്യമായതുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ വിശ്വാസമാണ് നമുക്ക് ആശ്വാസം നൽകുന്നത്. അബ്രഹാം തുടങ്ങി അൽഫോൻസാമ വരെ നോക്കിയാൽ വിശ്വാസമാണ് നമുക്ക് ആശ്വാസം നൽകുന്നത്. വിശ്വാസമാണ് നമുക്ക് സൗഖ്യം നൽകുന്നത്. നാമാൻ വിശ്വസിച്ചപ്പോഴല്ലേ അവൻ്റെ കുഷ്ഠരോഗം മാറിയത്? എസക്കിയ രാജാവ് വിശ്വസിച്ചപ്പോഴല്ലേ മുറി ഉണങ്ങിയത്? രക്തസ്രാവ രോഗിയെ നമുക്കറിയാം, പിന്നാലെ ചെല്ലുന്ന സ്നേഹം. രക്തസ്രാവ രോഗി 12 വർഷമായി അവൾ മരുന്ന് കഴിച്ചു. അവളുടെ സ്വത്ത് മുഴുവനും നഷ്ടപ്പെട്ടു. ഭിഷഗ്വരന്മാരിൽ നിന്നും ഒത്തിരി സഹിക്കേണ്ടി വന്നു. എല്ലാം നഷ്ടപ്പെട്ടു. അപ്പോഴാണ് അവൾ കേൾക്കുന്നത്, നസ്രായനായ ഈശോ അഴുകിയ ലാസറിനെ ഉയർപ്പിക്കുന്ന, അന്ധന് കാഴ്ച കൊടുക്കുന്ന, ചെകിടിന് കേൾവി കൊടുക്കുന്ന, ഊമന് സംസാര ശക്തി കൊടുക്കുന്ന നസ്രായനായ യേശു. ആ യേശുവിനെ എനിക്ക് കാണണം, ആ യേശുവിനെ ഒന്ന് കേൾക്കണം, യേശുവിനെ ഒന്ന് സ്പർശിക്കണം. ഇങ്ങനെ സൗഖ്യം നൽകുന്ന യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടാൽ മതിയാകും, ഞാൻ സുഖം പ്രാപിക്കും. ആ ഒരു വിശ്വാസത്തോടെ കർത്താവ് കടന്നു പോകുമ്പോൾ തിക്കും തിരക്കുമിട്ട് അവൾ വന്ന് തൊട്ടു. ആലക്തിക പ്രസരണമേറ്റതുപോലെ, ഇലക്ട്രിക് ഷോക്ക് ഏറ്റതുപോലെ അവൾക്ക് രക്തസ്രാവം നിലച്ചു. കർത്താവ് നിന്നു. കർത്താവ് ചോദിച്ചു, ആരാണ് എന്നെ സ്പർശിച്ചത്? പത്രോസിന് അത് തമാശയായിട്ട് തോന്നി. പത്രോസ് ചോദിച്ചു, ആരാണ് അങ്ങയെ സ്പർശിക്കാത്തത്? കർത്താവ്, എന്ത് ചോദ്യം അങ്ങ് ചോദിക്കുക? ഇങ്ങനെ തിക്കിത്തിരക്കി പോകുമ്പോൾ ആരാണ് സ്പർശിച്ചതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ എന്താ പറയുക? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, പത്രോസിന് മനസ്സിലായില്ല, പക്ഷെ ആ സ്ത്രീക്ക് മനസ്സിലായി. ആ സ്ത്രീ പറഞ്ഞു, അത് ഞാനാണ് കർത്താവേ. ഇറ്റ് വാസ് എൻ ഓപ്പൺ കൺഫെഷൻ. ഒരു തുറന്ന കുമ്പസാരമായിരുന്നു. അത് കർത്താവേ, അത് ഞാനാണ്. 12 വർഷമായി ഇങ്ങനെയായിരുന്നു ഞാൻ. ഇപ്പോൾ എൻ്റെ രക്തസ്രാവ രോഗം നിലച്ചു. ഇനിയും ദേവാലയത്തിൽ സാബത്ത് ദിവസം 18 വർഷമായി കൂനിയായൊരു സ്ത്രീ, അവളും ആറ്റുനോറ്റ് കാത്തിരിക്കുകയാണ്. അപ്പൊ വിശ്വാസത്തോടെ കാത്തിരിക്കണം. വിശ്വാസത്തോടെ കാത്തിരിക്കുന്നവർക്കാണ് ദൈവത്തിൻ്റെ കരുണ, കൃപ ലഭിക്കുന്നത്. അവളും കാത്തിരുന്നു. അവളുടെ കൂനുമാറി. ഇതാ യോഹന്നാൻ 5 ബത്സയിദ കുളക്കരെ ആറ്റുനോറ്റ് കാത്തുകിടക്കുക. 1 അല്ല 2 അല്ല 38 വർഷമായി അവൻ കാത്തുകിടക്കുക. എന്ന് വെച്ചാൽ അവന് 38 വയസ്സ് എന്നതല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് അവൻ വർഷങ്ങളേറെയായി കാത്തുകിടക്കും. അവനും വിശ്വസിച്ചു, ഒരു ദിവസം കർത്താവ് വരും, ഒരു ദിവസം എനിക്ക് സുഖം കിട്ടും. അവനും സുഖം ലഭിച്ചില്ലേ? ഇങ്ങനെ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുന്ന ധാരാളം വ്യക്തികളെ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുവാൻ സാധിക്കും. അതെ, നമ്മുടെ ജീവിതത്തിലും അനുദിന ജീവിതത്തിലും നമുക്ക് ആവശ്യം ഈ ഒരു വിശ്വാസമാണ്. കഴിഞ്ഞ ദിവസം ഒരു സംഭവമുണ്ടായി. എൻ്റെ ഒരു സ്നേഹിതൻ സൗദി അറേബ്യയിൽ നിന്നും നാട്ടിലേക്ക് വരണം.
അപ്പോൾ മുസ്ലിം സഹോദരങ്ങളുടെ റംസാൻ, അതിൻ്റെ നോയമ്പൊക്കെ നടക്കുന്ന അവസരമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം സൗദി അറേബ്യ, അറേബ്യൻ നാടുകളിലൊക്കെ ഇന്ത്യയിലെ പോലെ തന്നെ അതിനേക്കാളും ചിട്ടയുള്ള സ്ഥലമാണ് പ്രത്യേകിച്ച് സൗദി അറേബ്യ. അങ്ങനെയുള്ള സ്ഥലത്ത് ഉള്ള ഒരു വലിയ കമ്പനിയിലെ മേലധികാരിയുടെ സീല് വേണം. ആ ഇല്ലെങ്കിൽ എയർപോർട്ടിൽ നിന്ന് പോരാൻ പറ്റില്ല. ഈ മനുഷ്യൻ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഓഫീസിൽ നിന്ന് രേഖകൾ വാങ്ങിച്ചപ്പോൾ സീലുണ്ടോ ഇല്ലേ എന്ന് നോക്കിയില്ല. എയർപോർട്ടിലേക്ക് വരാൻ ഇനി 5 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ആ സമയത്താണ് നോക്കുമ്പോൾ സീലില്ല, വരാൻ പറ്റില്ല, അവർ പറഞ്ഞു വിടില്ല. എന്തു ചെയ്യും? അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വിളിച്ചു, ഭാര്യ എന്നെ വിളിച്ചു, ഞങ്ങൾ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു. ഞാൻ പറഞ്ഞു, സ്നേഹിത, വിശ്വസിച്ചുകൊണ്ട് താൻ ഇങ്ങനെ ചെയ്യുക. ഒരു പ്രാർത്ഥന പറഞ്ഞു കൊടുത്തു. വിശ്വാസ പ്രമാണം, എത്രയും ദയുള്ള മാതാവ്, ഒരു സ്വർഗസ്ഥനായ പിതാവ്, നന്മ നിറഞ്ഞ മറിയം, ത്രിത്വസ്തുതി 10 പ്രാവശ്യം. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 9:8 വായിക്കുക, പ്രാർത്ഥിക്കുക. നമുക്ക് 3 പേർക്കും പ്രാർത്ഥിക്കാം. ഞങ്ങൾ 3 പേര്, വൈദികനായ ഞാൻ ചാപ്പലില്, അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടിലെ പ്രാർത്ഥനാ മുറി, അദ്ദേഹവും, ഞങ്ങൾ 3 സ്ഥലത്തിരുന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഫോൺ വിളിക്കാൻ പറഞ്ഞു. ഫോൺ വിളിച്ചു. ഒരിക്കലും ആ സമയത്ത് ഫോൺ എടുക്കില്ല. അയാൾ ഫോൺ എടുത്തു. അയാൾ പറഞ്ഞു, ഞാൻ ശരിയാക്കി തരാം. അങ്ങനെ ഒരിക്കലും സൗദി അറേബ്യയിൽ ആ ഓഫീസിൽ നടക്കാത്ത വലിയൊരു അത്ഭുതം നടന്നു. അതെ, വിശ്വാസത്തോടുള്ള പ്രാർത്ഥനയാണ്. മലയെ മാറ്റുവാൻ സാധിക്കും എന്ന് യേശു പറഞ്ഞതൊക്കെ സത്യമാണ്. ഇന്നും വിശ്വാസത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റൊരു അനുഭവം ഞാൻ പറഞ്ഞു തരാം. എനിക്ക് പരിചയമുള്ളൊരു സഹോദരി, വളരെ അടുത്ത കാലത്ത് ഓസ്ട്രേലിയയിൽ മകൾക്ക് ജോലിയുണ്ട്. ജോലി ഹൈ പ്രഷറുള്ള ജോലിയാണ്. കുഞ്ഞിന് പല ദിവസമായി അസുഖമാണ്, കരച്ചിലാണ്, രാത്രിയും പകലും കരച്ചിൽ മാറുന്നില്ല, ഒന്നും കഴിക്കുന്നില്ല. അപ്പോൾ ഈ അമ്മ വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം, ഫോണിലൂടെ പ്രാർത്ഥിക്കാം. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചോ. അമ്മയുടെ കയ്യിലേക്ക് കൊടുക്ക്, കുഞ്ഞിൻ്റെ ശിരസിൽ കൈവയ്ക്ക്, എന്നിട്ട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചു, വിശ്വാസത്തോടെ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ 7 പ്രാവശ്യം ഓരോ ടീസ്പൂൺ വെഞ്ചരിച്ച വെള്ളം കുഞ്ഞിന് കൊടുത്ത് പ്രാർത്ഥിക്കുക. 7 ദിവസം കൊടുത്തു. അത്ഭുതം എന്ന് പറയട്ടെ, കർത്താവ് അവർ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. കുഞ്ഞിൻ്റെ അസുഖം അപ്പാടെ മാറുകയാണ്. അപ്പോൾ വൈദികരായ ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ധാരാളം യേശുവിൻ്റെ ഇടപെടലുകൾ പറയുവാൻ സാധിക്കും. ഒരിക്കൽ കലൂർ നൊവേന കേന്ദ്രത്തിൽ കൊണ്ടുവന്ന, പാലായിൽ നിന്നും കൊണ്ടുവന്ന 3 വയസ്സുള്ളൊരു കുട്ടി. ആ കുട്ടി ഒന്നും കഴിക്കില്ല. എല്ലാ ആസ്പത്രിയും നോക്കി, ഫിസിക്കലി ഷീ ഈസ് ഓക്കെ. പക്ഷേ എന്തുകൊണ്ടൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു, പണ്ട് കൺവെൻഷൻ നടക്കുമ്പോൾ മുണ്ടഞ്ചേരി അച്ഛനാണെന്ന് കൺവെൻഷൻ ലീഡ് ചെയ്യുന്ന മഞ്ഞാക്കലച്ചൻ വന്നു. മഞ്ഞാക്കലച്ചൻ വന്നു കഴിഞ്ഞിട്ട് മഞ്ഞാക്കലച്ചൻ വാവിളിച്ചിട്ട് ശബ്ദം വരുന്നില്ല. ഇങ്ങനെ വാവിളിക്കുന്നുണ്ട്, ശബ്ദം വരുന്നില്ല. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, കിച്ചണിൽ പോയി അല്പം ഉപ്പെടുത്തോണ്ട് വാ. അച്ഛൻ ആശീർവദിച്ച് ഉപ്പെടുത്ത് അല്പം അച്ഛൻ്റെ നാവിലേക്ക് ഇട്ടു. ഇടിവെട്ടിൻ്റെ ശബ്ദത്തിൽ അച്ഛൻ ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറഞ്ഞ ആ ഓർമ്മ എനിക്കുണ്ടായി. ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാനും ചിന്തിച്ചു. കാരണം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഉപ്പ് ഉപയോഗിക്കുന്നുണ്ട് ജലത്തിലെ മാലിന്യം അകറ്റുവാൻ. ഉപ്പ് ഔഷധമാണ്. ഉപ്പ് സ്വാദ് നൽകുന്നു, ഉപ്പ് സുഖപ്പെടുത്തുന്നു, ഉപ്പ് കേടുകൾ കൂടാതെ സൂക്ഷിക്കുന്നു, ഉപ്പ് ശുദ്ധീകരിക്കുന്നു, ദാഹം തീർക്കുന്നു. നാച്ചുറൽ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബൈബിളിൽ കാണുന്നുണ്ട് സുഖപ്പെടുത്തുന്ന ഉപ്പിൻ്റെ ഗുണം. ഞാൻ ഇവരെ എന്ത് ചെയ്തു? വിളിച്ചു കൊണ്ടുവന്നു. അല്പം ഉപ്പെടുത്തു. ഞാൻ പറഞ്ഞു, ഇത് മാജിക് ഒന്നുമല്ല, ഇത് ഒരു പ്രാർത്ഥനയാണ്, നിങ്ങൾ വിശ്വസിക്കുക. സാധാരണ കുട്ടികൾ ഉപ്പ് തിന്നാൽ തുപ്പിക്കളയും. ഇപ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. ആശീർവദിച്ച് കുഞ്ഞിൻ്റെ നാവിലിട്ട് കൊടുത്തു. കുഞ്ഞു പറഞ്ഞു, എനിക്ക് പിന്നെയും വേണമെന്ന്. അവർ പൊട്ടിക്കരഞ്ഞുപോയി. സാധാരണ ഉപ്പ് നാവിലിട്ടാൽ കുട്ടികൾ തുപ്പിക്കളയും. ഈ കുട്ടി വാങ്ങിച്ചു. പിന്നീട് ഞാൻ അവരോട് പറഞ്ഞു, അല്പം നേർച്ചക്കഞ്ഞ് കുഞ്ഞിന് കൊടുത്തു. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞത് സാധാരണക്കാരൻ്റെ വിശ്വാസമാണ്. ഇവരവിടെ വന്നു, ഇവിടെ കൊണ്ടുവന്ന ഇനിയും മാതാപിതാക്കൾ, നിങ്ങൾ കുഞ്ഞുങ്ങൾ രാത്രി സിദ്ധാന്തം, കരച്ചില്, അവർക്ക് ചില അസുഖമുള്ളപ്പോൾ വൈദികരുടെ അടുക്കൽ കൊണ്ടുവരാറില്ല. അച്ഛ ഒന്ന് കൈവച്ച് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ അച്ഛ അസ്വസ്ഥതയാണ്, ദുസ്വപ്നം കാണുന്നു. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അഭിഷേകമാണ്, അതുവഴി സൗഖ്യം ലഭിക്കുക. അതെ, വിശ്വാസത്തോടുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. വായിക്കുക യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 5-ാം അധ്യായത്തിൽ രോഗികളുടെ പ്രാർത്ഥന എന്നുള്ള ശീർഷകം നിങ്ങൾ വായിക്കുക. വിശ്വാസമുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. 3-ാമതായി, വെരി ഇമ്പോർട്ടൻറ്റ്, വിശുദ്ധീകരിക്കണം. ജോഷുവ 3:15 ജോഷുവ ജനത്തോട് പറഞ്ഞു, നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും.
ഇത് സത്യമാണ്. നമ്മുടെ ശരീരം, മനസ്സ്, ആത്മാവ്, സൗഖ്യത്തിന് ശരീരത്തിന് ഹോമിയോപ്പതി, അലോപ്പതി, ആയുർവേദം ഒക്കെ ഉണ്ട്. മനസ്സിന് ക്ലിനിക്കൽ കൗൺസിലിംഗ്, സ്പിരിച്വൽ കൗൺസിലിംഗ്, സൈക്കാട്രി ഒക്കെ ഉണ്ട്. ആത്മാവിനോ ലോകം മുഴുവനും നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ ആത്മാവിന് പകരം എന്ത് കൊടുക്കും? അപ്പോൾ ചിലരുടെയൊക്കെ രോഗം മാറണമെങ്കിൽ പാപം മോചിക്കപ്പെടണം. തളർവാദ രോഗിയുടെ പാപം മോചിച്ചപ്പോഴാണ് അവന് എഴുന്നേറ്റ് നടക്കാൻ സാധിച്ചത്. ബെത്സയിദ കുളക്കരെ 38 വർഷം കിടന്നവനോട് കർത്താവ് പറഞ്ഞു, ഇതിനേക്കാൾ വലുത് സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. അപ്പോൾ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഷാലോം TV പ്രേക്ഷകരെ, നിങ്ങൾ ചിലരുടെയൊക്കെ ചില രോഗങ്ങൾ, തീരാവ്യാധികൾ മാറണമെങ്കിൽ നല്ല മുഴുവൻ കുമ്പസാരം നടത്തണം. പ്യൂരിഫൈ യുവർ സീക്രട്ട് ലൈഫ്. നിന്റെ രഹസ്യ ജീവിതത്തെ വിശുദ്ധീകരിച്ചാൽ നാളെ നിന്റെ കുടുംബത്തിൽ, നിന്റെ ജീവിതത്തിൽ കുഞ്ഞു ജനിക്കും, വിവാഹ തടസ്സം മാറും, ജോലി തടസ്സം മാറും, എല്ലാ തടസ്സവും മാറും. ബാറൂക്കിന്റെ പുസ്തകം 4-ാം അധ്യായം 27-28 വായിക്കുക. എൻ്റെ മക്കളെ, ധൈര്യമായിരിക്കുവിൻ, കർത്താവിനെ വിളിച്ചപേക്ഷിക്കുവിൻ. ഇത് നിങ്ങളുടെ മേൽ വരുത്തിയ കർത്താവ് നിങ്ങളെ ഓർക്കും. എന്നിൽ നിന്ന് അകലാൻ കാണിച്ച 10 ഇരട്ടി ചൈതന്യത്തോടെ അവിടത്തെ തേടുവിൻ. അപ്പോൾ നിങ്ങളുടെ അനർത്ഥങ്ങളിൽ നിന്ന് കർത്താവ് വിടുതൽ നൽകുമെന്ന്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ചില അനർത്ഥങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ അനർത്ഥങ്ങൾ എത്ര തലകുത്തി മറിഞ്ഞാലും മാറില്ല. കർത്താവ് വച്ചത് കർത്താവ് എടുക്കുകയേ ചെയ്യുള്ളൂ. അതുകൊണ്ട് നമ്മൾ വിശുദ്ധീകരിക്കണം. വിശുദ്ധീകരിച്ചാലാണ് നമുക്ക് സൗഖ്യം ലഭിക്കുന്നത്. അവസാനമായി വിളിച്ചപേക്ഷിക്കണം. ബൈബിളിൽ ജെറീക്കോയുടെ തെരുവീതിയിലിരുന്ന് ആ അന്ധനായ ബർത്തിമേയൂസ് വിളിച്ചപേക്ഷിച്ചു, ദാവീദിന്റെ പുത്രനായ ഈശോയെ എന്നിൽ കനിയണമേ. മിണ്ടാതിരിക്കട എന്ന് പറഞ്ഞപ്പോൾ, നസ്രായനായ ഈശോയെ എന്നിൽ കനിയണമേ. കൂടുതൽ ഉച്ചത്തിൽ കരഞ്ഞു. അവന്റെ കരച്ചിൽ കർത്താവിനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചു. അതെ, കർത്താവിനെ പിടിച്ചു നിർത്തുന്ന പ്രാർത്ഥന. കുഷ്ഠരോഗി പ്രാർത്ഥിച്ചു, മനസ്സാകുമെങ്കിൽ നിനക്കെന്നെ സുഖപ്പെടുത്താൻ സാധിക്കും, വിളിച്ചു പ്രാർത്ഥിക്കണം. കാനാൻകാരി പ്രാർത്ഥിച്ചു, എൻ്റെ മകൾക്ക് വിടുതൽ തരണമേ. അപ്പൊ നിലവിളി കേൾക്കുന്ന ദൈവം, നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കണം. കർത്താവിനെ വിളിച്ചു പ്രാർത്ഥിക്കണം. ശതാധിപൻ പ്രാർത്ഥിച്ചതുപോലെ, പ്രഭു പ്രാർത്ഥിച്ചതുപോലെ, അന്ധൻ പ്രാർത്ഥിച്ചതുപോലെ, വിവിധ വ്യാധികളാൽ വേദനിച്ചിരുന്നവർ കരഞ്ഞു പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. അതെ, നമ്മൾ കേട്ട കാര്യങ്ങൾ ഒന്ന് ക്രോഡീകരിക്കുവാൻ പരിശ്രമിക്കുകയാണ്. ഇന്ന് വചനം, തിരുവചനത്തിലൂടെ നമ്മൾ കേട്ടത് രോഗസൗഖ്യത്തെക്കുറിച്ചാണ്. രോഗസൗഖ്യം ലഭിക്കണമെങ്കിൽ നമുക്ക് 4 കാര്യങ്ങൾ ഉണ്ടാവണം. 1, തമ്പുരാന്റെ മുൻപിൽ വിധേയപ്പെടണം. 2, വിശ്വസിക്കണം. 3, വിശുദ്ധീകരിക്കണം. 4, വിളിച്ചപേക്ഷിക്കണം. ഈ നിമിഷത്തിൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയും. ദൈവമേ, ഈ വചനം, തിരുവചനം ശ്രവിച്ച അകലെയായിരിക്കുന്ന, ആസ്പത്രിയിലായിരിക്കുന്ന, വിദേശത്തായിരിക്കുന്ന, കിടപ്പ രോഗികളായിരിക്കുന്ന, ഇന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകാൻ പോകുന്ന എല്ലാ രോഗികളെയും അവിടുന്ന് ഈ നിമിഷത്തിൽ ആശീർവദിക്കണമേ. കർത്താവായ ഈശോയെ, അവിടുത്തെ ആണിപ്പഴുതാർന്ന കരങ്ങളാൽ ഗുണത്തിൻ്റെ മേൽ, സമയത്തിൻ്റെ മേൽ, ദൂരത്തിൻ്റെ മേൽ, അക്കത്തിൻ്റെ മേൽ, ജീവന്റെ മേൽ, പാപത്തിൻ്റെ മേൽ, പ്രകൃതിയുടെ മേൽ, പിശാചുക്കളുടെ മേൽ, ദൗർഭാഗ്യത്തിൻ്റെ മേൽ അധികാരമുള്ള ഈശോയെ, ശിരസ്സുടങ്ങി കാൽപാദം വരെ രക്തത്തിലൂടെ, മാംസത്തിലൂടെ, മജ്ജയിലൂടെ, എല്ലിലൂടെ കടന്നു വരണമേ. അവിടുന്ന് ഈ നിമിഷത്തിൽ സുഖപ്പെടുത്തിയതിന് അങ്ങയെ സ്തുതിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. ജനമേ, ഉണരൂ ക്രിസ്തുവിൻ പാദങ്ങളെ. വിശ്വപ്രകാശമാകുന്നു ഞാൻ, തുറന്നു വന്നിത ഞാൻ. അതിരമ്പുഴ കൈരിസ് ഭവൻ നേതൃത്വം നൽകുന്ന വചനാഗ്നി കൺവെൻഷൻ നവംബർ 25 മുതൽ രാത്രി 9:30. പാലിലും താരാട്ടുപാട്ടിലും
അമ്മ പകർന്നത് ദൈവസ്നേഹം. അമ്പിഞ്ഞ പാലിലും താരാട്ടുപാട്ടിലും അമ്മ പകർന്നത് ദൈവസ്നേഹം. കുഞ്ഞു നുകർന്നപ്പോൾ ചുണ്ടിൽ തെളിഞ്ഞത് ബാവയും പുത്രനും റൂഹായും. ബാവയും പുത്രനും റൂഹായും. അമ്മിഞ്ഞ പാലിലും താരാട്ടുപാട്ടിലും അമ്മ പകർന്നത് ദൈവസ്നേഹം. അമ്മ പകർന്നത് ദൈവസ്നേഹം. കുഞ്ഞു വിളിച്ചപ്പോൾ പരിശുദ്ധ മറിയം ഓടി വന്നു. അന്നൊരു നാളിൽ കുഞ്ഞു വിളിച്ചപ്പോൾ പരിശുദ്ധ മറിയം ഓടി വന്നു. ജപമാലാമന്ത്രവും സ്വന്തമാം നാമവും അനുഗ്രഹമോടെ കുഞ്ഞിനേകി. അനുഗ്രഹമോടെ കുഞ്ഞിനേകി. അമ്മിഞ്ഞ പാലിലും താരാട്ടുപാട്ടിലും അമ്മ പകർന്നത് ദൈവസ്നേഹം. അമ്മ പകർന്നത് ദൈവസ്നേഹം. ആത്മീയതയിൽ കുഞ്ഞു വളർന്നൊരു കന്യകാരത്നമായി മാറിയപ്പോൾ. ആത്മീയതയിൽ കുഞ്ഞു വളർന്നൊരു കന്യകാരത്നമായി മാറിയപ്പോൾ യേശുവിനെ തൻ്റെ ആത്മമണാളനായി സ്വീകരിച്ചു കന്യധന്യയായി. സ്വീകരിച്ചു കന്യധന്യയായി. അമ്മിഞ്ഞ പാലിലും താരാട്ടുപാട്ടിലും അമ്മ പകർന്നത് ദൈവസ്നേഹം. അമ്മിഞ്ഞ പാലിലും താരാട്ടുപാട്ടിലും അമ്മ പകർന്നത് ദൈവസ്നേഹം. കുഞ്ഞു നുകർന്നപ്പോൾ ചുണ്ടിൽ തെളിഞ്ഞത്